ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കിരണും പ്രീതയുമാണെങ്കിൽ കാറിൽ ഡോക്ടറുമായി പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കിരൺ ആണെങ്കിൽ പ്രീതയുടെ അമ്മയെ വിളിച്ചിട്ട് പെർമിഷൻ ചോദിക്കുകയാണ്. ഇന്ന് രാത്രി പ്രീത എവിടെ സ്റ്റേ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് അച്ചമ്മയ്ക്കാണെങ്കിൽ പ്രീതയുടെ സഹായം ആവശ്യമുണ്ട്, കാൽവേദന കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സർലയ്ക്കാണെങ്കിൽ മനസ്സിലാകുന്നുണ്ട്. സർല അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഷേർലിൻ്റെ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ പ്രീതയെ നീ ഇവിടെ നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന്. അതുമാത്രമല്ല, അച്ചമ്മയ്ക്ക് വയ്യായിരുന്നെങ്കിൽ പ്രീത തന്നെ എന്നെ ഫോൺ വിളിച്ച് പറയുമായിരുന്നെന്നൊക്കെ പറയുന്നു. പ്രീതയുടെ ഫോൺ കൊടുക്കാൻ പറയുന്നു. സർലയാണെങ്കിൽ പ്രീതയോട് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ നമ്പ്യാർ ഫാമിലിക്ക് വേണ്ടി നല്ലത് ചെയ്യണം. അവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്. രോഹിത്തിൻ്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഷേർലിൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നീ അവിടെ തന്നെ നിന്നോളാൻ പറയുന്നു. നീ ഒരു പ്രശ്നത്തിലും പെടാതെ നിന്നെ സ്വയം സൂക്ഷിച്ചു കൊള്ളണമെന്നൊക്കെ പ്രീതയ്ക്ക് അഡ്വൈസ് കൊടുത്തിട്ട് അമ്മ ഫോൺ വെക്കുന്നു. സഞ്ജു ആണെങ്കിൽ പൃഥ്വിയെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്പ്യാരുടെ വീട്ടിലേക്കാണ് ഡോക്ടറിനെ കൊണ്ടുപോയത്. കിരണും പ്രീതയും ചേർന്നാണ് കൊണ്ടുപോയതെന്നൊക്കെ പറയുന്നു. ഷേർലിനും പൃഥ്വിക്കുമാണെങ്കിൽ ഒരുപാട് ടെൻഷനാകുന്നു. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് രണ്ടുപേരുമാണെങ്കിൽ നമ്പ്യാർ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ തീരുമാനിക്കുകയാണ്. ഇതേം കിരണുമാണെങ്കിൽ ഡോക്ടറിനെ വീട്ടിൽ കൊണ്ട് കിടത്തുന്നു. ആ സമയത്താണെങ്കിൽ സമീർ അത് കണ്ടിട്ട് ചോദിക്കുന്നു, ഇതാരാണെന്നൊക്കെ. കിരൺ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഇവരുടെ ജീവൻ ആപത്തുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ പറയാണ്. ഷേർലിൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ ഡോക്ടർ ബോധം തെളിയുമ്പോൾ എല്ലാ സത്യങ്ങളും നമുക്കറിയാൻ പറ്റുമെന്നൊക്കെ കിരൺ പറയുന്നു. സമീർ ആണെങ്കിൽ കിരണിനോട് പറയുകയാണ്, നിങ്ങളുടെ പ്ലാനിങ്ങിൽ എന്നെ കൂടെ ചേർക്കണമെന്ന്. കിരൺ അപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് ഫുള്ള് നീ ഉറങ്ങാതെ കാവലിരിക്കണം, ഞങ്ങൾ രണ്ടുപേരും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നു. സമീറിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു. ഇന്ന് ഫുള്ള് ഞാൻ ഉറങ്ങാതെ കാവലിരുന്നോളാമെന്നൊക്കെ പറയുകയാണ്. ഡോക്ടർ കിടക്കുന്ന റൂമിൻ്റെ കഥ കടച്ചിട്ട് കിരണും സമീറും വെളിയിൽ വരുന്നു. കിരൺ ആണെങ്കിൽ സമീറിനോട് പറയുന്നുണ്ട്, ആരെയും അകത്തേക്ക് കയറ്റാൻ പാടില്ല, അതുമാത്രമല്ല നീ ഉറങ്ങാനും പാടില്ല എന്ന്. പ്രീത കിടക്കാൻ വേണ്ടി ഗസ്റ്റ് റൂമിലേക്ക് പോകുന്ന സമയത്ത് കിരൺ അടുത്തേക്ക് വരുന്നു. കിരൺ പറയുന്നു, ഇടയ്ക്ക് ഒരു അലാറം വെച്ചേക്കണം, സമീർ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുകയാണ്. പ്രീതി അപ്പോൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും അവൻ ഉറങ്ങത്തില്ല, അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ജോലി ചെയ്യുന്നതെന്നൊക്കെ. കിരൺ ആണെങ്കിലും സമീറിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. സമീറിനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവൻ കറക്റ്റായിട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നു. പ്രീതയാണെങ്കിൽ സമീറും സൃഷ്ടിയും ഒരുപോലത്തെ ക്യാരക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട്. പ്രീതയാണെങ്കിൽ റൂമിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ കിരണും കൂടെ ചെല്ലുന്നു. പ്രീത അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ട് പോവുകയാണെന്ന്. ഇന്നത്തെ ദിവസം ഇതെൻ്റെ റൂമാണെന്ന് പ്രീത പറയുകയാണ്. കിരൺ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്നു. പ്രീതയാണെങ്കിൽ റൂമിലേക്ക് കയറുന്നു. കിരൺ ആണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് പോകുന്നു. കിരൺ പോയി കഴിഞ്ഞിട്ട് പ്രീതയും തിരിഞ്ഞു വന്ന് നോക്കുന്നുണ്ട്. സഞ്ജു ആണെങ്കിൽ രാത്രിയിൽ നമ്പ്യാർ വീട്ടിലേക്ക് വരികയാണ്. അവിടെ സെക്യൂരിറ്റിയെ കണ്ണു വെട്ടിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. സഞ്ജു ആണെങ്കിൽ അകത്തേക്ക് കയറി വരുമ്പോൾ സമീർ ആണെങ്കിൽ കാവലിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. സഞ്ജു ആണെങ്കിൽ വീടിൻ്റെ ചുറ്റുപാടെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡോക്ടറിനെ കൊല്ലാമെന്നൊക്കെ തീരുമാനിക്കുകയാണ്. സമീറിനാണെങ്കിൽ കാവലിരുന്നിട്ട് ബോറടിക്കുന്നു. ആ സമയത്ത് സൃഷ്ടിയെ ഫോൺ വിളിക്കാമെന്ന് വിചാരിക്കുന്നു. സൃഷ്ടിയെ വീഡിയോ കോൾ വിളിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്